ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ബ്യൂട്ടി ഇൻ മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയൊരു മോർണിംഗ് വ്ലോഗ് എടുക്കാമെന്ന് വെച്ചു. കാരണം ഇന്ന് ഏകാദശിയായിട്ട് സ്കൂളുകളിലെല്ലാം സെലിബ്രേറ്റ് ചെയ്യുവാണ്. അപ്പം അന്വേഷിനെ നമുക്ക് ഈ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുക്കി വിടണം. സ്കൂളുകളിൽ അതിൻ്റെ ചെറിയ ചെറിയ സെലിബ്രേഷൻ ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഞാൻ വിചാരിച്ചു അന്വേഷിനെ ഒരുക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആക്കി അങ്ങ് ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഇത് കണ്ടോ, ഇത് മോനും കിച്ചും കപ്പ് മാഗി കഴിച്ചതിൻ്റെ കപ്പാണ്. അപ്പം ഞാനത് ഇങ്ങനെ മണിപ്ലാന്റ് ഒക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ച് അങ്ങനെ ഒരു ചെറിയൊരു പരിപാടിയൊക്കെ അങ്ങനത്തെ പരിപാടിയൊക്കെ എനിക്കുണ്ട് കേട്ടോ. എന്തെങ്കിലും കിട്ടിയാൽ അതിനകത്ത് ഈ ചെടികൾ പ്രത്യേകിച്ച് ഈ മണിപ്ലാന്റ് ഒക്കെ നല്ലതായിട്ട് പെട്ടെന്ന് വളരുമല്ലോ, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം രാവിലെ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വെച്ചു. കാരണം പഴം ഇരിപ്പുണ്ട്, അത് കുട്ടിയപ്പോൾ എല്ലാവരും കഴിച്ചോളും. പിന്നെ മോനും കിച്ചനും ഇതൊന്നും കൊടുത്തു വിടാം, ബട്ട് അവർ കഴിക്കത്തില്ല ഈ ഉപ്പുമാവൊന്നും കൊണ്ടുപോയി. അപ്പം ഞാൻ ഈ ബർഗർ അങ്ങനത്തെ കാര്യങ്ങളാണ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുത്തു വിടുന്നത്. അപ്പം അത് ഈ റവയ്ക്ക് വേണ്ടി ഞാനിതോടെ ഇച്ചിരി തേങ്ങ എടുത്തു, പിന്നെ ഇഞ്ചിയും കൊച്ചുള്ളിയും നമ്മുടെ കരിയാപ്പിലയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് വറുത്ത് ജസ്റ്റ് ഒന്ന് വറുത്തതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ റവയിട്ട് മിക്സാക്കി അങ്ങ് എടുത്താൽ മതി. അപ്പം അങ്ങനെ നമ്മുടെ റവ അങ്ങനെ ഉപ്പുമാവ് അങ്ങനെ റെഡിയായി. അങ്ങനെ ഉപ്പുമാവ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യം റെഡിയായി. ഇനിയും മോനും കിച്ചനും കൊണ്ടുപോകാനുള്ള നമുക്ക് ബർഗർ ഉണ്ടാക്കണം. അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുപോകുന്നത്, ബർഗറോ ബ്രെഡ് സാൻഡ്വിച്ചോ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ദോശ ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇഡലിയൊക്കെ കൊടുത്തു വിടും, ദോശയോ ഇഡലിയോ ഉണ്ട്. പിന്നെ നമുക്ക് ബർഗറിനുള്ള പാറ്റീസും കാര്യങ്ങളും ഒക്കെ എടുത്തു. പിന്നെ ബർഗർ ബൺ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ, അപ്പം അതും ഞാൻ എടുത്തു. ഈ പാറ്റീസ് ഒന്ന് നമുക്ക് ഈ എണ്ണയിലെടുത്തൊന്ന് വറുത്തെടുക്കണം. ചില പാക്കറ്റിൽ നമുക്ക് ഈ ബർഗറിന്റെ ബണ്ണാണെങ്കിൽ കട്ട് ചെയ്ത് തന്നെയാണ് കിട്ടുന്നത് ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യേണ്ട പോർഷൻ നോക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ തവ വെച്ചു, തവയിലോട്ട് ഞാൻ ബർഗറിന്റെ ബണ്ണൊക്കെ ഇട്ടതിന് ശേഷം അതിനകത്ത് നെയ്യും പുരട്ടി ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിന് ശേഷം ഞാൻ മയോനീസും പിന്നെ സോസും ഒക്കെ ഒന്ന് പുരട്ടി കൊടുത്തു. പിന്നെ തക്കാളിയും പിന്നെ സവോളയൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി കൊടുത്തു. അതിൻ്റെ പുറത്തേക്ക് പിന്നെ പാറ്റീസ് വെച്ചു, പിന്നെ ചീസും വെച്ച് ബണ്ണൊക്കെ വെച്ച് സെറ്റാക്കി അവർക്ക് കൊടുത്തു വിട്ടു. പിന്നെ ഞാൻ എക്സ്ട്രാ പിള്ളേർക്ക് അവരുടെ ഫ്രണ്ട്സ് ഇവരെല്ലാവരും കൂടി ഷെയർ ചെയ്താൽ മോനും കിച്ചും ഒക്കെ കഴിക്കുന്നത്. അപ്പം നമ്മൾ എക്സ്ട്രാ അവർക്ക് വേണ്ടി കൂടി നമ്മളിങ്ങനെ വെച്ചേക്കാം. അപ്പം ഇങ്ങനെ ബർഗറൊക്കെ ആണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി ഞാനിങ്ങനെ കട്ട് ചെയ്ത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു വിടും. അപ്പം പിള്ളേർ ഫ്രണ്ട്സൊക്കെ അങ്ങനെ അതെടുത്തോളും അങ്ങ്. കാരണം പിള്ളേരെല്ലാം ഷെയർ ചെയ്താണ് കഴിക്കുന്നതേ. അപ്പം ഇങ്ങനത്തെ ബർഗർ ആകുമ്പം പിള്ളേർ പീസാക്കുമ്പം അത് വല്ലാതായി പോകത്തില്ല, എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളകളാന്നാവും. അതുകൊണ്ട് ഞാൻ അവർക്ക് കട്ട് ചെയ്ത് തന്നെയായി ബർഗറൊക്കെ വെക്കുമ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്താണ് ഞാൻ കൊടുത്തത്. ബർഗർ അതുപോലെ ബ്രെഡ് സാൻഡ്വിച്ച് ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു വിടും. അപ്പം പിള്ളേരുടെ കൂട്ടുകാർക്കൊക്കെ എടുക്കാനും ഇങ്ങനെ എളുപ്പമാണല്ലോ. അങ്ങനെയാണ് കൊച്ചു പിള്ളേർ കഴിക്കുന്നത്. ഇപ്പോഴേ അവർ നല്ല ഷെയറിങ് മെൻറ്റാലിറ്റി ഉള്ള പിള്ളേരാ, എല്ലാവരും ഷെയർ ചെയ്താണ് മോനിൻ്റെ കിച്ചുവിൻ്റെ ക്ലാസ്സിലൊക്കെ കഴിക്കുന്നത്. അങ്ങനെ മോനും കിച്ചും 7 മണി ആയപ്പോഴത്തേന് അവർ ഇവിടെ നിന്ന് പോയി. 7 മണി എന്ന് പറഞ്ഞാൽ 6:45 കഴിയുമ്പോഴത്തേനും അവർ ഇവിടെ നിന്ന് പോകും. പിന്നെ അത് കഴിഞ്ഞ് 9:30ക്കാണ് അന്നൂസിന്. അപ്പം ഞാൻ അന്നൂസിനെ പിന്നെ എഴുന്നേൽപ്പിച്ച് അത് കഴിഞ്ഞ് ഒരു 8:30 ആയപ്പോഴത്തേന് അന്നൂസിനെ എഴുന്നേൽപ്പിച്ച് കഴിക്കാനൊക്കെ കൊടുത്തു. അപ്പം അത് കഴിഞ്ഞ് അവളെ സാരിയൊക്കെ ഉടുപ്പിച്ചത് ഇങ്ങനത്തെയാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ്. അപ്പോൾ അതൊക്കെ ഒരുക്കി അവളെ ഒന്ന് സെറ്റാക്കി എടുത്തു. അവിടെ ഈ മുടി ചെയ്യുന്നതാണ് ഇച്ചിരി ബുദ്ധിമുട്ട്, കാരണം ഇങ്ങനെ കേളി മുടി ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഹാഫായിട്ട് എടുത്ത് കെട്ടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അങ്ങ് ചൂണ്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ ഞാനെടുത്ത് ഫുള്ളായിട്ട് അങ്ങ് കെട്ടി. പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരുങ്ങി പോകുന്നതൊക്കെ. അപ്പം ഞാനങ്ങനെ ചെറിയായിട്ട് ഒന്ന് ലൈറ്റായിട്ടുള്ള മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തു. ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ചെറിയ രീതിയിൽ അവളെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മേക്കപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ള സുന്ദരിക്കുട്ടിയായിട്ട് അവളെ ഞാൻ വേണ്ട അപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. ഒരുക്കിയൊക്കെ കഴിഞ്ഞപ്പം പിന്നെ പപ്പ അവിടെ ഫോട്ടോ ഒക്കെ 2-3 ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. ഫൈനൽ ലുക്ക് മാനസിൻ്റെ ഇതാണ്. അപ്പം 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് പോവുകയാണ്.